ഗവർണറാണോ സർക്കാരാണോ മുകളിൽ? ഈ തർക്കം തുടങ്ങിയിട്ട് കാലം കുറയായി. പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലേക്ക് ഗവർണറായി വന്ന ശേഷം ഈ തർക്കം കുറച്ച് കൂടുതലാണ്. ഈ തർക്കത്തിൽ മനസ്സ് തുറക്കുകയാണ് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. ഭരണഘടനാപരമായി ഒരു പടി മുകളിലാണ് ഗവർണർ എന്ന് ശ്രീധരൻപിള്ള പറയുന്നു. ഉപരാഷ്ട്രപതി പദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ താനുമായി സർക്കാർ യാതൊരു ആശയവിനിമയവും നടത്തിയിട്ടില്ലെന്നും പിള്ള പറഞ്ഞു. ശ്രീധരൻപിള്ള ന്യൂസ് 18 കേരളത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കാണും. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ബഹുമുഖ പ്രതിഭ, ഗവർണർ, സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, പ്രമുഖ അഭിഭാഷകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം മലയാളിക്ക് സുപരിചിതനായ ഗോവ ഗവർണറായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് നമുക്കൊപ്പം. നേരത്തെ 2 ആഴ്ച മുമ്പ് പുതിയ ഗവർണറെ ഗോവയിലേക്ക് നിയമിച്ചെങ്കിലും പുതിയ ഗവർണർ സ്ഥാനം ഏൽക്കുന്നതുവരെ അദ്ദേഹം തുടരുകയായിരുന്നു. എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇനി എന്ത് രാഷ്ട്രീയത്തിലാണോ, അഭിഭാഷക വൃത്തിയിലാണോ, അതോ ഭരണഘടനാ പദവിയായ ഗവർണർ, ഉപരാഷ്ട്രപതി അടക്കമുള്ള പദവിയിലേക്കാണോ ശ്രീധരൻപിള്ള അടുത്ത ചുവടുമാറ്റം എന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു ഗോവ ഗവർണർ അനുഭവം? ഗോവയും അതിന് തൊട്ടു മുമ്പ് മിസോറാമും ഗവർണർ നിലയിലെ 6 കൊല്ലത്തെ എൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമായി സംതൃപ്തികരമാണ്. ഗവർണർ എന്ന ഭരണഘടന ഏറ്റവും ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ട് നിയമിക്കുന്ന ആൾ സാധാരണഗതിയിൽ സൂപ്പർവൈസറി പവറായിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത് എല്ലാവരും. പക്ഷേ മറിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ച് അവരുടെ വിഷമതകളും അവരുടെ യാതനകളും വേദനകളും അവരുടെ നേട്ടങ്ങളും അവരുടെ പശ്ചാത്തലങ്ങളും എല്ലാം മനസ്സിലാക്കി അവരിൽ ഒരുവരായി ഗവർണറായി പോകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഭരണഘടനാപരമായി ഒരു ഉന്നത പദവിയാണ്. ആണെങ്കിൽ ഇനിയും ഗവർണർ സ്ഥാനത്ത് തന്നെ ശ്രീധരൻപിള്ള സാറിനെ കാണാൻ കഴിയുമോ? അത് രാഷ്ട്രീയക്കാരനായിട്ടാണോ ഈ അടുത്ത വേഷം? ഇത് രണ്ടും ആയിക്കൊള്ളണമെന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഒന്നും എൻ്റെ മനസ്സിലൂടെ ഇന്ന് വരെ മൈൻഡ് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. ബ്രീത്തിങ് ടൈം കിട്ടിയിട്ടില്ല. 2 ആഴ്ച മുമ്പ് തന്നെ ഗണപതി രാജുവിനെ ഗവർണറായിട്ട് നിയമിച്ചു. ഇന്നാണ് അധികാരം ഏറ്റെടുത്തത്. പക്ഷേ അപ്പോൾ 2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി എന്ത് എന്ന ഒരു ചോദ്യം. അല്ല, അതില്ല. അതിനെ സംബന്ധിച്ച് എൻ്റെ ഭാവിയെ സംബന്ധിച്ച് എന്നും ഞാൻ പൂർണ്ണമായ സംതൃപ്തിയോടെ വരാൻ പോകുന്ന നാളുകളെ കാണുന്ന ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനങ്ങളോ ഒരു പാർട്ടിയിൽ നിന്നോ അല്ല ഔദ്യോഗിക പദവികളിൽ നിന്നോ ചോദിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് നിൽക്കാനും ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഇഷ്ടപ്രകാരം പോയിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിപരമായ താല്പര്യം ഇതിലില്ല. ജീവിതത്തിൽ ഒരിക്കലും അതുണ്ടായിട്ടില്ല. ഏതാണ്ട് 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുകൊണ്ട് അത്തരത്തിലൊരു അന്ന് മത്സരിച്ചത് ഞാൻ ആഗ്രഹിച്ചിട്ടോ ആവശ്യപ്പെട്ടിട്ടോ അല്ല. പ്രസ്ഥാനത്തിൻ്റെ നിർബന്ധപൂർവ്വം എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പോയി മത്സരിച്ചു. അത് ചെങ്ങന്നൂരിൽ എൻ്റെ റിസൾട്ടും ഉണ്ടായി. 6000 വോട്ട് 2006-ലും 2011-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 9000 വോട്ട് കിട്ടിയെടുത്ത് 44,000-ലേക്ക് എത്താൻ സാധിച്ചു. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ, ബന്ധക്കോസുകാർ ഉൾപ്പെടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. NSS, SNDP എല്ലാവരും പ്രവർത്തിച്ചു. ഒരു ബഹുമുഖ പ്രതിഭയാണ്. അഭിഭാഷകനായിരുന്നു, പ്രശസ്ത അഭിഭാഷകനാണ്. പിന്നെ ഭരണഘടനാ പദവി അലങ്കരിച്ചു, സജീവമായ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇതിൽ ഈ 3 എണ്ണം നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും ആവേശവും നൽകിയിട്ടുള്ളത്? ഇത് 3ഉം എനിക്ക് നല്ല സംതൃപ്തി കിട്ടിയതാണ്. 3ഉം എൻ്റെ നല്ല മക്കളാണ്. നല്ല മക്കളിൽ ഒരാളെ ഞാൻ തള്ളിപ്പറയാൻ എനിക്ക് സാധിക്കില്ല. എല്ലാവരും തുല്യമായി കരുതുന്നു. പാർട്ടി തീരുമാനിച്ചാൽ ഇനി ഗവർണർ ആവാനോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അടക്കം താങ്കളുടെ പേര് കേൾക്കുന്നുണ്ട്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ല, എൻ്റെ ആ പേരുകൾ വന്നിട്ടുള്ളത് തന്നെ എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ടിട്ടുള്ളതല്ല. ഇങ്ങനെ എല്ലാം വിവിധ ഡൽഹിയിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ കാണുന്നു. എനിക്ക് അതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നത് പാർട്ടി ഏത് തീരുമാനവും, ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ, നിയമസഭാ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, പാർട്ടി അധ്യക്ഷനായിക്കോട്ടെ, ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് സ്വമേധയ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിൽ വ്യക്തി താല്പര്യമില്ല. അല്ല, അതിന് അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റില്ല. എന്നാലും പാർട്ടി നേതൃത്വവുമായി ഒരു ആശയവിനിമയം സ്വാഭാവികമായിട്ടുണ്ടാവും. അല്ല, ഉണ്ടായിട്ടില്ല. പാർട്ടി ഞാൻ ഗവർണർ സ്ഥാനം കഴിഞ്ഞല്ലേ അവർക്ക് എന്നോട് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ജനാധിപത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് വലിയൊരു അഡ്മിനിസ്ട്രേഷൻ പദവിയാണ്, സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ വേഴ്സസ് സർക്കാർ അങ്ങനെ ഒരു സംഘടന ഉണ്ടാവുന്നത് ആശയപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ടാണ് ഉണ്ടാകുന്നത് എത്രത്തോളം ഉചിതമാണ്? ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും അത്തരം ഒരു സംഘർഷ അന്തരീക്ഷത്തെപ്പറ്റി മുൻകൂട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 3 ഘടകങ്ങൾ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ, ഇവ 3ഉം അവതാതിൻ്റെ പന്താവിലൂടെ പോകും. ഒരിക്കലും അത് മറ്റൊന്നിലേക്ക് കടന്നുകയറ്റക്കാരനായി പോകില്ല എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അന്തിമമായ കാഴ്ചപ്പാട്.
അതുകൊണ്ടാണ് അങ്ങനെ ലംഘിച്ചാൽ എന്ത് പരിഹാരം എന്ന് ചോദിച്ചാൽ പരിഹാരം ഇല്ല. അത് ഈ അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന ഘട്ടത്തിൽ സമീപകാലത്ത് കേരളത്തിൽ വലിയ കോൺട്രവേഴ്സി ഗവർണറും സർക്കാരും ഏറ്റുമുട്ടുന്നത് കണ്ടതാണ്. അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ആ പദവി അലങ്കരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ? അല്ല, സന്ദേശം അത്തരമൊരു സാഹചര്യം വരുമ്പം ആ സാഹചര്യത്തെ സധൈര്യം നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ മുട്ടുമടക്കി പോകാൻ വേണ്ട ഗതികേട് ഒരിക്കലും ഗവർണർ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് വശാംശം അറിയില്ല. ഉണ്ടെങ്കിൽ അത് കരണീയമായി സംഭവിച്ചതാണ്. ഗവർണർക്ക് തീർച്ചയായിട്ടും ഒരു സംസ്ഥാന സർക്കാരിനേക്കാൾ ഒരെഡ്ജ് മുമ്പിലാണ് ഗവർണറുള്ളത്. അതെ, പക്ഷേ ആ ഗവർണർ ഇതുവരെ കണ്ട ഗവർണറിൽ നിന്ന് വ്യത്യസ്തമായി പരസ്യ പ്രസ്താവനകൾ, മീഡിയയെ കാണുന്നു, ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു, അങ്ങനെയൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനു മുമ്പ് കേരളം കണ്ട ഗവർണർമാരിൽ വളരെ വ്യത്യസ്തനായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ ഗവർണർ ആയിരിക്കുന്ന PS ശ്രീധരൻപിള്ള സാറ് ആരെയാണ് അനുകൂലിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നല്ല പണ്ഡിതനാണ്. അദ്ദേഹം നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആളാണ്. തൻ്റെ 35ാമത്തെ വയസ്സിൽ ശവാനുഭൂഗം കേസ് അവതരിപ്പിച്ചപ്പോൾ ഇതാ എൻ്റെ രാജ്യം എന്നും പറഞ്ഞ് എഴുതിയ ആളാണ്. അദ്ദേഹം ഒരു മൂല്യാധിഷ്ഠ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഞാൻ മാത്രമല്ല, കേരളത്തിൽ EMS ശിശീകരണം കൊടുത്തിട്ടുണ്ട്. ശവാനുഭൂഗം കേസിലെ വിധി ഇത് വലിച്ചെറിഞ്ഞ് വന്നപ്പോൾ കേസല്ല പൊതുപ്രശ്നം, അതിനുവേണ്ടി അധികാരം വലിച്ചെറിയാൻ തയ്യാറായ ആളാണ് അദ്ദേഹം. അല്ല, അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളും അദ്ദേഹത്തിന്റെ രീതികളും അദ്ദേഹത്തിന്റെ ഇടപെടലും ശരിയായിരുന്നു പൂർണ്ണമായി? അല്ല, പൂർണ്ണമായി ശരിയാന്ന് വെച്ചാൽ ഞാനതൊന്നും ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിക്കുന്നുണ്ടോ? അതിന് ഒരിക്കലും ഒരു കേരളത്തിലെ ഒരു എന്നേക്കാൾ ഞാൻ ബഹുമാനിക്കപ്പെടുന്ന എന്നേക്കാൾ കഴിവുള്ള ഒരാൾ, ഒരു മികച്ച ഗവർണർ, ആ ഗവർണറുടെ പ്രവൃത്തികളെല്ലാം വിലയിരുത്തി അന്തിമ വിധിപ്രഖ്യാപനം നടത്താൻ ഞാൻ അപ്രാപ്തനാണ്. അല്ല, അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യമല്ല ഞാൻ ചോദിച്ചത്. ഗവർണർ എന്ന് പറയുന്ന ആ പദവിക്ക് നിയതമായിട്ടുള്ള ചില ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകൾ അദ്ദേഹം അത് തെറ്റാ. നിയതമായ ചട്ടക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനുണ്ട്. അതിനുവേണ്ടി ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അദ്ദേഹം ഇൻ്റർപ്രിട്ടേഷനിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതായി എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായും മുഹമ്മദ് ഖാൻ നടപടികളെ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാളെ വിലയിരുത്തുന്നത് ശരിയല്ല. ഞാനൊരു ഗവർണറെ വേറൊരു ഗവർണർ ഇങ്ങനെ അദ്ദേഹത്തെ തെറ്റുപറ്റിയില്ല എന്ന് പറയുമ്പോൾ ശരിയാണ്. തെറ്റുപറ്റുന്ന അദ്ദേഹം വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ യൂണിവേഴ്സിറ്റികളുടെ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടും നിരവധിയായ കോൺട്രവേഴ്സീസ് കേരളത്തിലുണ്ട്. സമീപകാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഈ അടുത്തിടെയാണ് ഇതുണ്ടായത്. അതായത് BJP ഗവർണറിലൂടെ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം തെറ്റാണ്. കാരണം വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഗവർണർ പോസ്റ്റിൻ്റെ പോലെ എക്സംഷൻ ഉള്ളതല്ല. അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിനനുസരിച്ച് ചാൻസലർ പദവി കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ളതിൽ ഓരോ സ്റ്റാറ്റ്യൂട്ടിലും എന്തായിരുന്നു ലംഘനമുണ്ടായെന്ന് പറഞ്ഞിട്ടൊരു ആക്ഷേപം എനിക്കിതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ വൈസ് ചാൻസലർ ആയിരുന്ന ആളുകൾ, അതായത് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ആളുകളടക്കം ആ വൈസ് ചാൻസലർ പദവി കഴിഞ്ഞ ഉടൻ തന്നെ BJPയുടെ സംസ്ഥാന ഭാരവാഹി സ്ഥാനത്തേക്ക് വരികയാണ്. അതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്, രാഷ്ട്രീയമായും ധാർമ്മികമായും? അങ്ങനെ വന്ന ഒരാളെ പറ്റി എനിക്കറിയില്ലല്ലോ. KS രാധാകൃഷ്ണൻ അങ്ങനെ വന്ന ആളല്ല. KS രാധാകൃഷ്ണൻ അത് കഴിഞ്ഞതിന് ശേഷമാണ്, കഴിഞ്ഞതിന് ശേഷമാണ് PSCയുടെ ചെയർമാനാണെന്ന് എൻ്റെ ഓർമ്മ. അതും കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു രാഷ്ട്രീയ ചിന്തകനാണ്, എഴുതുന്ന ആളാണ്. ആ നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അബ്ദുൽ സലാമിൻ്റെ ധാരണ തെറ്റാണ്. അബ്ദുൽ സലാം നല്ലൊരു അക്കാഡമിഷ്യനാണ്, നല്ല എഡ്യൂക്കേഷനിസ്റ്റാണ്. അതിനുശേഷം ഞാനുണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹം BJPയിലേക്ക് വന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം BJPയുടെ അഖിലേന്ത്യാ നേതാക്കളിൽ ശ്രദ്ധേയനാണ്. ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ രഹിതമായ ഒരു പദവിയായിട്ടാണ് ഗവർണർ പദവിയും ഒപ്പം തന്നെ ഈ വൈസ് ചാൻസലർ പദവിയൊക്കെ ജനം കണ്ടു വന്നിട്ടുള്ളത്. അത് തെറ്റ്. ഞാൻ കണ്ടുവന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു ഘടകമാണ്. അതിൽ ജനങ്ങളെല്ലാം അവരെ മോശക്കാരായി കാണുന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവസാനമായിട്ട് ഈ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നു ഒരു വലിയ ഒരു മുഖച്ഛായ മാറ്റമാണ് ഉണ്ടായത്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ അധിപൻ, വലിയ പ്രായോഗിക രാഷ്ട്രീയ പരിജ്ഞാനമില്ലാത്ത വ്യക്തി വളരെ പെട്ടെന്ന് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്, താങ്കളടക്കം ആ പദവി അലങ്കരിച്ചിട്ടുണ്ട്. അത് ഗുണമാണോ ചെയ്യുന്നത്, ദോഷമാണോ ചെയ്യുന്നത്? അല്പം മാറി നിന്ന് നോക്കുമ്പോൾ പോലും എന്തുകൊണ്ടും അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് കേരളത്തിലെ രണ്ട് മുന്നണികളായി ധ്രുവീകരിച്ച കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഒരു ഉന്നത സ്ഥാനം നേടിക്കൊടുക്കും. അദ്ദേഹം അതിന് കഴിവുള്ളയാളാണ്. അത് ഏറ്റെടുത്ത മേഖലകളെല്ലാം വിജയിച്ച ചരിത്രമുള്ളയാളാണ്. പിന്നെ വ്യക്തിനിഷ്ഠമായ അജണ്ട അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹം വന്നത്
ഗുണപരമായ മാറ്റം ഉണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നു. താങ്കളുടെ ഇനിയുള്ള പ്രവർത്തനം ഈ BJP സംസ്ഥാന തലത്തിൽ BJPയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അത്തരത്തിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും എൻ്റെ മനസ്സെപ്പോഴും BJP കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഞാനതിൽ ഇൻവോൾവ് ആകണോ വേണ്ടെന്നുള്ളതിനെ പറ്റി ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അത് പല സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്താണ് ഈ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അഭൂതപൂർവമായ വളർച്ച BJPക്ക് ഉണ്ടാകുമ്പോഴും കേരളത്തിൽ ആ തരത്തിൽ ഉയരാൻ കഴിയാത്തതിന്റെ വിഘാതം എന്താണ്? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആരും പഠിക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. BJPയിലുള്ളവർ പോലും അത് വേണ്ടത്ര പഠിച്ചതെന്ന് എനിക്കറിയില്ല. 2004 തെരഞ്ഞെടുപ്പ് 2003 ഞാൻ സംസ്ഥാനാധ്യക്ഷനായത് എങ്ങനെയാണ്? ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈക്കോടതിയിലെ പോസ്റ്റ് അത് രാജിവെച്ച് സീനിയർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിലും CBI കൗൺസിലും ഒക്കെ രാജിവെച്ച് ഞാൻ പാർട്ടി അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ പാർട്ടി പറഞ്ഞ് ഏറ്റെടുത്തു. 2004 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടപ്പോൾ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യം 13 സീറ്റല്ല 13% വോട്ട് കിട്ടി. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായിരുന്നെന്ന്. അതിനുശേഷം ഞാൻ പറയാം, ഈ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും മലയാളികളുള്ള 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഞാനാണ് സ്ഥാപകൻ. ലക്ഷദ്വീപിൽ ഒരൊറ്റ ഹിന്ദു വോട്ടറുമില്ല. അവിടെ BJP ജയിച്ചു. ഇത് രണ്ടും ഞാൻ കേരള പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ്, ഞാൻ ലക്ഷദ്വീപിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് അസാധ്യമെന്നൊരു വാക്കില്ല. ഒരൊറ്റ ഹിന്ദു വോട്ടറുമില്ലാത്ത ലക്ഷദ്വീപിൽ ഇന്ത്യ ജയിച്ചില്ലേ? കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി അമിത്ഷാ പറഞ്ഞ് 2026 BJP അധികാരത്തിലെത്തുന്ന അങ്ങനെ ശുഭപ്രതീക്ഷ അല്ല, തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തികഞ്ഞ ശുഭപ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പഠിക്കുന്നത്. അല്ല, ഞാൻ അദ്ദേഹം പറയുന്നത് എന്തിനോട് ഞാൻ യോജിക്കുന്നു. ഗവർണർ ആയിരുന്നാലും അഭിഭാഷകനായിരുന്നാലും ശ്രീധരൻപിള്ള എന്നും വളരെ കൗശലക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ഇനി ഗവർണർ പദവിയിലേക്കാണോ ഭരണഘടനാ പദവികളിലേക്കാണോ അതോ രാഷ്ട്രീയ രംഗത്ത് സജീവമാവുകയാണോ എന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം അദ്ദേഹം നൽകുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വവുമായി സംസാരിച്ച് ഏതായാലും അടുത്ത പദവി എന്താണ് എന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഏതായാലും വരും ദിവസം അറിയാൻ കഴിയും അദ്ദേഹം ഇനി അടുത്ത പദവി ഏതാണ് അലങ്കരിക്കാൻ പോകുന്നത് എന്ന്. ഇത്രയും നേരം സംസാരിച്ച ശ്രീധരൻപിള്ളയ്ക്ക്